സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വേനൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് വന്നു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതുകൊണ്ട് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത്. തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റൊരു വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റുവെന്ന വാർത്തയും വരുന്നുണ്ട്. ശക്തമായ ഇടിമിന്നലിൽ ഒരു ഹോട്ടൽ കത്തി നയിച്ചുവെന്ന വാർത്തയും വരുമ്പോൾ വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വേനൽ മഴ മുന്നറിയിപ്പിന് വിവരങ്ങൾ നൽകും. അതുപോലെ ചാവക്കാട് ഇടിമിന്നലേറ്റ് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ വിവരങ്ങളുമായി നൽകാൻ തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറും കൂടി ചേരും. ആദ്യം വിനേഷ് കുമാറിലേക്ക്. വിനേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിനേഷ്. എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വരും ദിവസങ്ങളല്ല ഇന്നു മുതൽ തന്നെ ശക്തമായ മഴയുണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഈ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേനൽ മഴ ഇടവിട്ട് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും അത് വലിയ മഴ പെയ്യുകയും അതിലിടിഞ്ഞു വീഴുന്നതിലേക്കും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇത്തവണ അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താപനിലയിൽ കുറവ് വന്നിരിക്കുന്നു. കാരണം താപനിലയിൽ ഇനിയും വ്യതിയാനം ഉണ്ടാവും. ഇനിയും 4 ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതിനിടയിലാണ് ഇത്തരത്തിൽ വേനൽ മഴ വരുന്നത്. വേനൽ മഴ വലിയൊരു ആശ്വാസമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കാലവർഷം ഇത്തവണ 18-നും 23-നും ഇടയിൽ കാലവർഷം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് മെയ് മാസം പകുതിയോടുകൂടി 18-ന് ശേഷം തന്നെ മഴയുണ്ടാവും, കാലവർഷം തുടങ്ങും എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ശക്തമായ വേനൽ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും താപനിലയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ജില്ലകളിലാണ് വലിയ തോതിൽ തന്നെ, പാലക്കാടും കൊല്ലം പോലുള്ള ജില്ലകളിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ താപനിലയിൽ വലിയ പ്രതികൂല വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ വേനൽ മഴ കാര്യമായി സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്ത നിവാരണ വകുപ്പ് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എസ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.